ജോർജ് കുട്ടി എന്ന 4ാം ക്ലാസ്സുകാരനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. ഐ നോ ഹൗ ഹി ഡിഡ് ഇറ്റ്. 3-ാം തീയതി രാവിലെ ജോർജ് കുട്ടി വരുണിന്റെ കാറുമായി തൊടുപുഴയിലേക്ക് പോയി. അവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം പാർസൽ വാങ്ങിയ ശേഷം ഒരു മൊബൈൽ ഫോൺ സംഘടിപ്പിച്ച് വരുണിന്റെ സിം കാർഡ് അതിലിട്ട് ഏതോ നാഷണൽ പെർമിറ്റ് വണ്ടിയിൽ ഉപേക്ഷിക്കുന്നു. നമുക്ക് പോവാടില്ലോ പെണ്ണേ. അതിനുശേഷമായിരിക്കാം കാർ പാറമടക്കുളത്തിൽ കളയുന്നത്. പിന്നീട് ഒരു റെസ്റ്റോറന്റിൽ ചെന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ 4 ബിരിയാണിയുടെ ബില്ല് സംഘടിപ്പിക്കുന്നു. അന്നേ ദിവസം തന്നെ തൊടുപുഴയിലെ ഒരു തിയേറ്ററിൽ നിന്നും മാറ്റിനിക്ക് 4 ടിക്കറ്റുകൾ എടുക്കുന്നു. പിന്നീട് KSRTC ബസ്സിൽ കയറി 4 ടിക്കറ്റുകൾ എടുത്ത് അയാൾ നാട്ടിലേക്ക് മടങ്ങുന്നു. രാത്രി ഓഫീസിൽ ചെന്ന് നാളെ ധ്യാനത്തിന് പോവുകയാണെന്ന് മോനിച്ചനെ പറഞ്ഞു ധരിപ്പിക്കുന്നു. പിറ്റേന്ന് 4-ാം തീയതി കുടുംബസമേതം മുരളിയുടെ ബസ്സിൽ കയറി അവർ ധ്യാനത്തിന് പോവുകയാണെന്ന് മുരളിയെ ബോധ്യപ്പെടുത്തുന്നു. രാവിലെ 9 മണിക്ക് പാറേപ്പള്ളി എത്തിയവർ വൈകുന്നേരം വരെ അവിടെ ചെലവഴിക്കുന്നു. അതിനിടയിലായിരിക്കണം ധ്യാനത്തിന്റെ CD-യെക്കുറിച്ച് അറിയുന്നതും മറ്റാരുടെയോ പേരിൽ CD ബുക്ക് ചെയ്യുന്നതും. വൈകിട്ട് ലോഡ്ജിൽ എത്തിയ ജോർജ് കുട്ടിയും കുടുംബവും കുറച്ചു നേരത്തേക്ക് മാനേജരെ അവിടെ നിന്നും ഒഴിവാക്കിയ ശേഷം ഇന്നിവിടെ താമസിച്ച് നല്ലൊരു ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞ് നാളെ കല്യാണം. 2-ാം തീയതിയിൽ ജോർജ് കുട്ടിയുടെ പേര് എഴുതി ചേർക്കുന്നു. പിന്നീട് 4-ാം തീയതിയിൽ കയ്യക്ഷരം മാറ്റി എഴുതി ഏതോ കള്ളപ്പേരിൽ മുറിയെടുക്കുന്നു. പിറ്റേന്ന് രാവിലെ ജോർജ് കുട്ടി 3-ാം തീയതി പാർസൽ വാങ്ങിയ അതേ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നും പാർസൽ വാങ്ങിപ്പിക്കുന്നു. ലോഡ്ജിൽ നിന്നും ചെക്ക്ഔട്ട് ചെയ്ത ശേഷം റെസ്റ്റോറന്റിൽ നിന്നും ബിരിയാണി കഴിച്ച ഉടമയുമായി സൗഹൃദം സ്ഥാപിക്കുന്നു. സത്യം, ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഫുൾ ചെലവ് എന്റെ വക. കൊണ്ടുവന്നു പറ. വൈകുന്നേരം നാട്ടിലേക്കുള്ള അതേ ബസ്സിൽ കയറി കണ്ടക്ടറുമായി പരിചയപ്പെടുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു. വീട്ടിലെത്തിയ ശേഷം പിന്നീട് എപ്പോഴോ ഫാദർ കാച്ചിരപ്പള്ളിയുടെ ധ്യാനത്തിന്റെ CD കുടുംബസമേതം കാണുന്നു. 5-ാം തീയതിയിലെ ബില്ലുകളെല്ലാം ഉപേക്ഷിച്ച് പകരം 3-ാം തീയതി അയാൾ കളക്ട് ചെയ്ത ബില്ലുകളാണ് നമ്മളെ കാണിച്ചത്. പിന്നീട് 4-5 ദിവസം മുമ്പ് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആ ഡേറ്റുകൾ അവരുടെ മനസ്സിൽ അടിച്ചേൽപ്പിച്ചു. ഒരു കണക്കിന് ഞാൻ ലോറിക്ക് അടിയുന്നു, റോട്ടിൽ നിന്ന് എഴുന്നേറ്റ് നേരെ പൈപ്പിന്റെ മുട്ടി പോയിട്ട് മൂത്രം പോയ ജട്ടിയും കഴുകി നേരെ ആശുപത്രിയിലേക്ക് പോയി. ശിവനെ, യഥാർത്ഥത്തിൽ അവര് പോലും അറിയാതെ അവർ കള്ളസാക്ഷി പറയാണ്. ഹീസ് മോക്കിംഗ് അറ്റ് ദ എൻറ്റയർ പോലീസ് ഡിപ്പാർട്ട്മെന്റ്. സാറ് ശ്രദ്ധിച്ചോ, അവന്റെ ഉള്ളിൽ പേടിയുണ്ടെങ്കിൽ അവനിപ്പോ ഒന്ന് തിരിഞ്ഞു നോക്കും.